ഒരു കൊല്ലം മുമ്പ് എൻ്റെ ഫ്രണ്ട് അരുണിൻ്റെയും ഐശ്വര്യയുടെയും എൻഗേജ്മെൻറ്റിന് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ആണത്. ഒരു ദിവസം കൂടി കഴിഞ്ഞ് അവരെ കല്യാണമായി. ടൈം ഫ്ലൈസ് ഗൈസ്, ടൈം ഫ്ലൈസ്. അരുണും ഐശ്വര്യയും AKA ഞങ്ങളുടെ കോളേജ് ഗ്യാങ്ങിലെ കപ്പിൾസാണ്. ഞങ്ങളുടെ കോളേജ് ഗ്യാങ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സീറ്റിൽ MTech ചെയ്ത ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ്. ഞങ്ങൾ പല ആൾക്കാരും പല ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പഠിച്ച ആൾക്കാരാണ്. ബട്ട് സംഹൗ വി ഗോട്ട് ടുഗദർ സോ വെൽ. ഞങ്ങളുടെ വൈബ് എപ്പോഴും അടിപൊളിയായിരുന്നു. കോളേജ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ആരെങ്കിലും കല്യാണം, എൻഗേജ്മെൻറ്റ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഗെറ്റ് ടുഗദറിനുള്ള സ്ഥലം. Hey guys, say hi. എവിടെ മറ്റേ ആനന്ദം എവിടെ? സൈഡ് സൈഡിലല്ല നീ? ആ അതന്നെ, സൈഡ് സൈഡിലത്. ടോട്ടലി ഞങ്ങൾക്ക് 3 ദിവസത്തെ പരിപാടിയായിരുന്നു. ഫസ്റ്റ് ദിവസം ബാച്ചിലർ പാർട്ടി, രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പിള്ളേരായിട്ടുള്ള കറക്കം, മൂന്നാമത്തെ ദിവസമായിരുന്നു കല്യാണം. അതിൻ്റെ വൈകുന്നേരം പാർട്ടി. ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വ്ളോഗ് ചെയ്യണമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ പിള്ളേരെ കണ്ടതും ഞാൻ ഇപ്പോൾ വേറെ മൂഡിലായിപ്പോയി. ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല. ഞാൻ 3 ദിവസം ഫോൺ പോലും നോക്കിയിട്ടില്ല. അപ്പോൾ ഉള്ള ക്ലിപ്സൊക്കെ വെച്ച് ഞാൻ ഒരു തട്ടിക്കൂട്ട് വ്ളോഗാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഐഡോളായിട്ടുള്ള കേസി നെസ്റ്റേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു സാധനം പെർഫെക്റ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അതിനെ ഉണ്ടാക്കി പുറത്ത് വിടുക എന്നുള്ള സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇടയിലൊക്കെ വെച്ചാൽ ഞാൻ ആലോചിച്ചു ഇത് ചെയ്യാണ്ടിരുന്നാലോ, ബട്ട് വ്ളോഗ് ചെയ്തത് മെമ്മറി ആയിട്ട് കിടക്കും. ഐ വാണ്ട് ദാറ്റ്. സോ അവിടെ പറയുന്നത് മനസ്സിലാവത്തില്ല. നമ്മളെല്ലാ പ്ലാനിലും പോയാലേ മനസ്സിലാവും. മലയാളം ഒത്തിരി കാര്യം പറഞ്ഞ ആളാ. എനിക്ക് അവിടെ കാര്യം പറയാൻ ആരുമില്ല. എന്റെ ശരിയല്ല, എനിക്ക് എപ്പോഴും കാര്യം പറയാനും വേണം. ഞാൻ ഓഫീസ് ഇറങ്ങും, ഫുള്ള് ഫോർമൽസ്, കാര്യം പറയുന്നത് ഫോർമൽസില്. ഞാൻ ഉച്ചയ്ക്ക് വിളിക്കും. രാവിലെ ഇറങ്ങുമ്പോ വിളിക്കും. രാവിലെ 8:30 ആകുമ്പോ ഞാൻ ഇറങ്ങും. 8-8:30 ആകുമ്പോ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങും. അവനെ വിളിക്കും. എനിക്ക് സ്വന്തമായിട്ട് അവൻ ഫോൺ എടുക്കത്തില്ല, പക്ഷെ അവൻ എന്നെ വിളിക്കും. എടാ അരുണേ ബാച്ചിലർ പാർട്ടി വാസ് ജസ്റ്റ് അടിപൊളി. കോളേജ് കഴിഞ്ഞ് എല്ലാവരും ജോലിയൊക്കെ ചെയ്ത് റൂമായിട്ടധികം മിസ് ചെയ്യണത് നമ്മുടെ കോളേജ് വൈബായി. നമുക്ക് കോളേജിലെ ഫ്രണ്ട്സ് നമുക്കറിയാം, നമുക്കൊരു ഫിൽട്ടർ ഇല്ലാണ്ട്, നമുക്കൊരു ജഡ്ജ്മെൻറ്റ് പേടില്ലാണ്ട് എല്ലാം ഓപ്പണായിട്ട് ഭയങ്കര പറയാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു. ബട്ട് നമ്മുടെ കോളേജൊക്കെ കഴിഞ്ഞൊരു പ്രൊഫഷണൽ ലൈഫിൽ കയറുമ്പോൾ നമ്മൾ ആ കമ്പനിയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഞങ്ങൾക്ക് ഈ 3 ദിവസം എന്ന് പറയുന്നത് ആ ഒരു പഴയ കോളേജ് വൈബ് തിരിച്ചിട്ട് പോലെയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഉള്ളിലൊക്കെ സംസാരിക്കുമ്പോൾ ആരുടെയും ജഡ്ജ്മെൻറ്റ് പേടിക്കണ്ട, അങ്ങനെ ഒരു അടിപൊളി ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് റിയലി നൈസ് ടു ബി ബാക്ക് വിത്ത് ദം. ആൻഡ്
ഇതിനായിട്ടുള്ള വിഷ്വൽസ് ഒന്നും എൻ്റെ കയ്യിലില്ല. കുറച്ചൊക്കെ സാധനങ്ങൾ കാണിച്ച് ഞാൻ ബ്ലോഗ് അവസാനിപ്പിക്കും.